ഓം നമോ ഭഗവതേ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വ്യാഴമാറ്റത്തെക്കുറിച്ചാണ്. 2026 ജൂൺ മാസം 2-ാം തീയതി രാത്രി 1:48 AM ആണ് വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നത്. മലയാള വർഷ കണക്കനുസരിച്ച് കൊല്ലവർഷം 1201 ആണ്ട് ഇടവമാസം 18-ാം തീയതി രാത്രി 1:48 AM. ഈ വ്യാഴമാറ്റം വളരെയധികം പ്രത്യേകതകളുള്ള ഒരു വ്യാഴമാറ്റമാണ്. അതായത് ചന്ദ്രൻ്റെ ക്ഷേത്രമായ കർക്കിടകത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഉച്ചം ചെയ്യുന്നു. ഉച്ചം, നീചം, മൂലത്രികോണം, സ്വക്ഷേത്രം, ബന്ധുക്ഷേത്രം, സമക്ഷേത്രം എന്നൊക്കെയുണ്ട് ഓരോ ഗ്രഹത്തിനും. അത് ഓരോ രാശിയിലും നിൽക്കുമ്പോൾ ഇത്ര ഡിഗ്രിക്ക് ബലം എന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വ്യാഴഗ്രഹം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിൽ പരമോച്ഛം ചെയ്യുന്നത്, പൂർണ്ണ ബലവാനായിട്ട് വരുന്നത് 5 ഡിഗ്രിക്കാണ്. ആദിത്യൻ മേടം രാശിയിൽ പരമോച്ഛം ചെയ്യുന്നത് 10 ഡിഗ്രിക്കാണ്. അങ്ങനെ ഓരോ ഗ്രഹത്തിനുമുണ്ട്. അതിപ്പം കഴിഞ്ഞതേ ഉള്ളൂ, 10-ാമതേ. അങ്ങനെ നോക്കുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഒരു വർഷം വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളും ദൈവാധീനവും അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. അതായത് വ്യാഴം എന്ന് പറയുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന ആ ഗ്രഹം ഒരു വർഷത്തേനാണ് കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഒരു വർഷം കൊണ്ട് രാശി കടക്കുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ദീർഘനാളത്തേന് മേടം രാശിക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുണ്ട്. വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളിലും കഷ്ടതകളിലും നഷ്ടങ്ങളിലും ഏഴരശനിയൊക്കെ ആരംഭിച്ച് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് തുടങ്ങിയ ഒരു നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്നത്. അവരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനം ദൈവാധീനം കൂടെ ഇല്ലാതെ 3-ാമടത്ത് അനിഷ്ടത്തിൽ അങ്ങനെ മുറവിളി കൂട്ടുന്ന ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. അതിൽ നിന്നും മാറി വ്യാഴം മേടം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം സർവേശ്വരകാരനായിരിക്കുന്ന വ്യാഴം ഭാഗ്യഭാവാധിപനാണ്. ഏറ്റവും വലിയ ഭാഗ്യഭാവമായ 9-ാം ഭാവത്തിൻ്റെ ആധിപത്യം കൂടിയുള്ള ആ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം തൻ്റെ ഉച്ചരാശിയായ 4-ാമടത്ത് കർക്കിടകം രാശിയിലാണ്. 4 എന്ന് പറയുമ്പോൾ മേടം രാശിക്കാർക്ക് സുഖസ്ഥാനമാണ്. ആ സുഖസ്ഥാനത്തേക്ക് ഉച്ചം ചെയ്തു വരുമ്പോൾ പല വിധത്തിലും അപ്രതീക്ഷിതമായ നേട്ടങ്ങളാണ് വന്നു ചേരുക. 4 എന്ന് പറയുമ്പോൾ ദേവാലയം, നഗരസഭ, മാർഗാലയം, സർവകർമാണി, അജ്ഞാലംബനമേധ സർവം, ദശമേന എന്ന പ്രമാണപ്രകാരം തൊഴിൽ സ്ഥാനത്തേക്കും ഈ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം പൂർണ്ണമായ ദൃഷ്ടി ചെയ്യുന്നു. ദേവാലയം, നഗരസഭ, മാർഗാലയം, സർവകർമാണി, അജ്ഞാലംബനമേധ സർവം, ചിന്തനീയം, ദശമേന. 10-ാം ഭാവം കൊണ്ട് ഉപജീവന മാർഗം, തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന സർവകർമ്മങ്ങളുടെയും വിജയം അതാണ് ഉണ്ടാകുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് മകരം രാശിയാണ് ഈ തൊഴിൽ സ്ഥാനം, ഉപജീവന മാർഗം. അതുപോലെ തന്നെ നല്ല നല്ല ബന്ധങ്ങൾ വന്നു ചേരുക, സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപജീവനം 10-ാം ഭാവമാണല്ലോ. ആ 10-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് 4-ാം ഭാവമായ 4-ാം ഭാവത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ മാതാസുഹൃത് മാതുല ഭാഗിനേയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ജാലാളിത്യമം ശയനഞ്ചവൃത്തി പാർശ്വാധികം ജന്മഗൃഹം ചതുർത്ഥാത്
ഈ ഒരു വർഷം കൊണ്ട് മറ്റ് പ്രബല ഗ്രഹങ്ങളായ ചൊവ്വായും അതുപോലെ തന്നെ ആദിത്യനും ശനിയും ശുക്രനും ബുധനും ഒക്കെ ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഉച്ചരാശിയിലൂടെയും ബന്ധുക്ഷേത്രത്തിലൂടെയും മറ്റ് ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് വ്യാഴം ഉച്ചം ചെയ്ത് ഭാഗ്യാധിപൻ ഉച്ചം ചെയ്ത് നിൽക്കുന്ന ഈ സമയത്ത് ഏറ്റവും ഉയർന്ന രീതിയിലുള്ള ഭാഗ്യാവസ്ഥകൾ മേടൻ രാശിക്കാരെ തേടി വരുന്ന ഒരു വർഷമാണ്. അത് 12 വർഷം കൂടുമ്പോൾ ഒരിക്കലാണ് ഇങ്ങനെ ഒരു വർഷത്തേന് അവിടെ നിൽക്കുക. അല്ലാതെ ഈ മാസം പോയി അടുത്ത മാസം പോയി വരുന്നതല്ല. 12 വർഷത്തിൽ ഒരിക്കൽ ഒരു വർഷം കർക്കിടകൻ രാശിയിൽ ഒരു വർഷം നിൽക്കും. അങ്ങനെയുള്ള ഒരു വർഷമാണ് ഈ മേടം രാശിക്കാർ. വാഹനം വന്നു ചേരുന്നതിനും വിവാഹം നടക്കുന്നതിന് ഉത്തമ സന്താനഭാഗ്യം ഉണ്ടാകുന്നതിന് ഗൃഹം പുതുക്കിപ്പണിയുക അല്ലെങ്കിൽ പുതിയ ഗൃഹം വന്നു ചേരുക, ഭൂമി വന്നു ചേരുക, സ്വന്തം നാട് വിട്ടുപോയി ജോലി ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുക. 12ാം ഭാവത്തിൻ്റെ കൂടി അധിപനാണ്, സ്ഥാനഭ്രംശസ്ഥാനമാണ്, ഗമനാധിപൻ്റെയും കൂടിയൊക്കെ ആനുകൂല്യം വരുന്നു. അപ്പോൾ ദീർഘദൂര യാത്ര ചെയ്ത് സാഗരങ്ങൾ കടന്നു പോയി നല്ല അധികാരത്തോടു കൂടിയ ജോലി, സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയത് കരസ്ഥമാക്കുവാനൊക്കെ ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ടും വ്യാഴമാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്നത്. മറ്റ് ഗ്രഹങ്ങളും രാശി മാറുന്നതിനനുസരിച്ച് വന്നു ചേരുന്ന ഒരു അത്യപൂർവമായ ഒരു വർഷമാണ് വരിക. അത് കൃഷി കാര്യങ്ങൾ ചെയ്യുന്നവർക്കായാലും മറ്റ് പുരോഗമന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശാസ്ത്രീയമായ കാര്യങ്ങളിൽ സാങ്കേതിക വിദ്യാരംഗത്ത് ജോലി ചെയ്യുന്നവർ, അതുപോലെ തന്നെ മരുന്ന് കൈകാര്യം ചെയ്യുന്നവർ, മെഡിക്കൽ ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അനവധിയായ ആൾക്കാരുണ്ട്. അതിൻ്റെ പല ആവാന്തര വിഭാഗങ്ങളുണ്ട്. ചികിത്സയുടെ തന്നെ മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, ആയുർവേദമായാലും ഹോമിയോപ്പതി ആയാലും ഇംഗ്ലീഷ് മരുന്നായാലും ഒക്കെ ഡോക്ടർമാർക്കും മറ്റ് ഇതര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്നു. അധ്യാപകർക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് ജീവനക്കാർക്കും എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ്. പുതിയതായിട്ട് ഒരു വർഷത്തെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് പുതിയതായിട്ട് ലൈസൻസ് ഒക്കെ എടുത്ത് എക്സ്പോർട്ടിംഗ് ചെയ്യുകയോ ഇമ്പോർട്ടിംഗ് ചെയ്യുകയോ അതുപോലെ ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടാൽ വളരെ അധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ്. എങ്ങനെ നോക്കിയാലും വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്ക് ഉത്തമ വിവാഹം വന്ന് നടക്കുന്നതിന് യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഉത്തമ സന്താന ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്തവർക്ക്, യുവാക്കളും മധ്യവയസ്കരും ഒക്കെ വിവാഹം നോക്കുന്നവർക്ക് വിവാഹം വന്ന് നടക്കുന്നതിന് യോഗമുണ്ട്. 4ാം ഭാവം, അതായത് കർക്കിടകത്തിൻ്റെ 4ാം ഭാവമായ മേടം രാശിയുടെ 7ാം ഭാവമായ തുലാം രാശിയിലേക്ക് വ്യാഴത്തിന് 3/4 ദൃഷ്ടിയുണ്ട്. ഉച്ചത്തിൽ നിന്നുകൊണ്ടുള്ള ദൃഷ്ടിയാകയാലും ദാമ്പത്യകാരകനായിരിക്കുന്ന ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് വരുമ്പോഴൊക്കെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വിവാഹം വന്ന് നടക്കുവാൻ സ്ത്രീകളായാലും പുരുഷന്മാരായാലും യോഗമുള്ള സമയം. പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ്റോ തത്തുല്യ പദവിയോടുകൂടിയ ജോലി കിട്ടും. PSC ഒക്കെ എഴുതുന്നവർക്ക് ഒക്കെ വളരെ നല്ലതാണ്. തീരദേശവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, മത്സ്യബന്ധനം, വ്യാപാരം, വിപണനം, അങ്ങനെ അതിൻ്റെ ആവാന്തര വിഭാഗങ്ങൾ വേറെയും ഉണ്ട്. കോസ്റ്റ് ഗാർഡ് പോലെയുള്ളതും മിലിറ്ററി ഓഫീസേഴ്സ്, പോലീസ് ഓഫീസേഴ്സിനൊക്കെ വളരെ നല്ലതാണ്. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിക്കായാലും ഈ മേടൻ രാശിക്കാർക്ക് അനുകൂലമാണ്. അതായത് വാഹനത്തെ സൂചിപ്പിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായ ദൈവാധീനമുണ്ട്. ഇറങ്ങിപ്പുറപ്പെടുക, ഒരു പുതിയ വണ്ടി എടുത്ത് ഓടിക്കണം, ഒരാഗ്രഹമൊക്കെ ദീർഘകാലമായിട്ട് ഉണ്ടായിട്ടും കാലാവസ്ഥയും മറ്റ് സാഹചര്യങ്ങളുമൊക്കെ അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ഈ മേടം രാശിക്കാർക്ക് ഒരു വർഷത്തേന് വളരെ അനുകൂലമായ സന്ദർഭമാണ് വരിക. പൂർണ്ണമായ ദൈവാധീനമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. നല്ല രീതിയിലുള്ള വിജയങ്ങളൊക്കെ വന്നു ചേരും. തേജസ്സും ഓജസ്സും വർദ്ധിക്കുന്നതിനും കലാരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതുമൊക്കെ വളരെ അനുകൂലമാണ്.
ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ. ജാതകാലൊക്കെ കൂടുതൽ ദോഷങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അത് നിങ്ങളുടെ പ്രശ്നങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട്. താഴെ എൻ്റെ ഫോൺ നമ്പർ ചേർത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഏറ്റവും പ്രധാനം ദേവീക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുക, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ പ്രാർത്ഥിക്കുക. അതും പ്രത്യേകിച്ച് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുക. സമയം കൂടുതൽ പ്രാർത്ഥിക്കാനൊക്കെ കിട്ടുമല്ലോ. സമയമുള്ളപ്പോൾ പോവുക. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുക.